ഞാൻ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നെ തന്നെയാണ്. എൻ്റെ ഒരു നിശ്ചയദാർഢ്യം അതിൻ്റെ പുറകിലുണ്ട്. എനിക്ക് വളരെ നല്ലൊരു മെൻറ്ററിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനന്തപത്മൻ എന്നാണ് പേര്. പിന്നെ എൻ്റെ ജിഷ്ണു സാറ് ഇൻ്റർവ്യൂ എനിക്ക് വന്നപ്പോൾ തൊട്ട് ഓരോ ദിവസവും എനിക്ക് 1 മണിക്കൂർ ട്യൂഷൻ സാർ എടുത്തു തരും. But you deserve this victory. You deserve this victory. ഞാൻ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചേച്ചിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സനെയാണ്. ഫ്രം ദാറ്റ് മൊമെന്റ് എനിക്ക് നിസ്സയോടുള്ള ഒരു പേഴ്സൺ, അതായത് ഇറ്റ് വാസ് മൂവിങ് ഫ്രം ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലേക്കാളും ഐ സ്റ്റാർട്ടഡ് ഹാവിങ് റെസ്പെക്ട് ടു ഹെർ. ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതും എൻ്റെ മകളൊപ്പമുള്ളപ്പം എനിക്ക് കുറച്ചല്ല നല്ലൊരു അഭിമാനമുണ്ട് അവളുടെ കൂടെ നിർത്തി എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നതായാലും. സാറ് പറഞ്ഞതുപോലെ എൻ്റെ സ്ട്രഗിൾ അത്ര വലുതായിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, എൻ്റെ മക്കളുടെ സപ്പോർട്ട്, ദൈവത്തിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മുമ്പിൽ ഒരു 100 കാരണങ്ങളുണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കിതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു ലിസ്റ്റിൽ എത്തിച്ചേർന്നേ അടങ്ങുള്ളൂ എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത്. പിന്നെ ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അത്രയും നാൾ പ്രിലിംസ് തോറ്റിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രിലിംസ് ജയിച്ച് ഈ മെയിൻ സ്റ്റേജ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ് ശരിക്കും ഇത്രയും മിടുക്കന്മാരോടുള്ള എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള. മറ്റ് സാധാരണ എൻ്റെ ലെവലിലുള്ള ആൾക്കാരുമായിട്ടല്ലേ എനിക്ക് ഇൻറ്ററാക്ഷനുള്ളൂ. ഞാൻ ശരിക്കും ഭയന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാതായി ഇവരൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. എൻ്റെ ഡാഫ് ഷെയർ ചെയ്യാൻ തന്നെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ സിനാസ് സാറിൻ്റെ ക്യാബിൻ്റെ പുറത്ത് നിന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡാഫ് ഒരുപാട് ധൈര്യം സംഭരിച്ചാണ് എൻ്റെ ഡാഫ് കൊടുത്തത്. കാര്യം ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കത് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു അപകർഷത ബോധമായിരുന്നു. സിനാസ് സാറിൻ്റെ ആയിരുന്നാലും ഗൈഡൻസ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഡാഫ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഈ ലിസ്റ്റിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇതുമില്ല. പക്ഷേ എൻ്റെ കഠിനാധ്വാനമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ ഒരു നിശ്ചയദാർഢ്യം അതിൻ്റെ പുറകിലുണ്ട്. അപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്ന സാറ് പറഞ്ഞ പോലെ ഒരു ഗൈഡൻസാണ്. എനിക്ക് വളരെ നല്ലൊരു മെൻറ്ററിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനന്തപത്മൻ എന്നാണ് പേര്. പിന്നെ എൻ്റെ ജിഷ്ണു സാറ് ഇൻ്റർവ്യൂ എനിക്ക് വന്നപ്പോൾ തൊട്ട് ഓരോ ദിവസവും എനിക്ക് 1 മണിക്കൂർ ട്യൂഷൻ സാർ എടുത്തു തരും. അതാരും പറഞ്ഞിട്ടല്ല, ഞാൻ പോലും പറഞ്ഞിട്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സ്വയമേധ എനിക്ക് എടുത്ത് തന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് സാർ ചെയ്തു തന്നിട്ടുണ്ട്. ബട്ട് യു ഡിസേർവ് ദിസ് വിക്ടറി. അടിപൊളിയായിട്ട് ലൈഫിൽ സ്ട്രഗിളിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സാമ്പിൾ. എൻ്റെ ആദ്യ പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്യുന്നത് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഞാൻ അത്ര നല്ലൊരു സ്റ്റുഡൻ്റ് അല്ല, ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ താങ്ക് യു സോ മച്ച്. എൻ്റെ മകളിൽ കൂടെ ഇവിടെ നിന്ന് എനിക്കിത് പറയാൻ ഒരു വേദി തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.